ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാക്കും ഔട്ടിംഗ് ആണെന്ന്. ഈ വ്ളോഗ് ഇപ്പോൾ എടുത്തതല്ല, കുറച്ച് മുന്നേ എടുത്തതാണ്. ഓഫ് കോഴ്സ് ലോക്ക്ഡൗണിൻ്റെയൊക്കെ മുന്നേ എടുത്ത വീഡിയോ തന്നെയാണിത്. ഇതൊരു വീക്കെൻഡ് വ്ളോഗാണ്, ഒരു വീക്കെൻഡ് ഏർലി മോർണിംഗ് വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ ഇത് ഏർലി മോർണിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അപ്പം ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് ഹമ്മൂസ് റഫി. ഇവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറിനും വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഇവിടെ ഫാമിലി സെക്ഷൻ മുകളിലാണ്. അപ്പോൾ ഞങ്ങളിതാ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എത്തുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പീക്ക് ടൈമിൽ, അതായത് രാവിലെ കുറച്ച് നേരത്തൊക്കെയാണ് എത്തുന്നതെങ്കിൽ നല്ല റഷായിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. ഇനി മെനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഹമ്മൂസ് ഉണ്ട്. പേര് പോലെ തന്നെ ഹമ്മൂസിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് ബീഫ് അതുപോലെ ലിവർ മിക്സ് ചെയ്തിട്ടുള്ള ഹമ്മൂസ് കഴിച്ചിട്ടുണ്ട്. ഹമ്മൂസ് മാത്രമല്ല കേട്ടോ ഉള്ളത്, വേറെയും പല ഡിഷസ് ഉണ്ട്. ഇന്നിപ്പോൾ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്തതിന് ബ്രേക്ക്ഫാസ്റ്റിന് അവൈലബിൾ അല്ല, ഡിന്നറിനാണ് അവൈലബിൾ. അതുകൊണ്ട് പ്ലെയിൻ ഹമ്മൂസും പിന്നെ ഒരു ലിവർ സാൻഡ്വിച്ച്, 2 അദാനി ചായ്, അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതാണ് ലിവർ സാൻഡ്വിച്ച്. ഇതിനകത്ത് ലിവറും വെജിറ്റബിൾസും സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. ലിവർ സാൻഡ്വിച്ച് ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഹമ്മൂസ് ഞാനിവിടെ ട്രൈ ചെയ്തിട്ടുള്ളതാണ്, അതും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ കോർണിഷാണ്. അപ്പോൾ കോർണിഷിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ജിദ്ദയിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും പോകാൻ ഇഷ്ടമുള്ളൊരു പ്ലേസാണ് കോർണിഷ്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാക്കും. നല്ല അടിപൊളി പ്ലേസാണ്, നല്ല വ്യൂ ആണ് അവിടെ. പ്രത്യേകിച്ച് ഈ ടൈമിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ്. അവിടെ വിസിറ്റ് ചെയ്തവർക്കറിയാം, ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ വിസിറ്റ് ചെയ്താൽ. അപ്പോൾ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഈ പ്ലേസ് എന്തായാലും ഇഷ്ടമാകും. ജിദ്ദയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാകും. അല്ലാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ പ്ലേസ് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറ് കാണുന്നുണ്ടാകും, നല്ല ബ്യൂട്ടിഫുൾ ആണ്. അതേപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ ഞാൻ ഡീപ്പായിട്ട് കാണിച്ചു തരാം. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ നല്ല തെളി വെള്ളമാണ്, പല കളേഴ്സായിട്ടാണ് ഇവിടെ വെള്ളം കാണുന്നത്. ഇവിടെ ബീച്ച് വ്യൂ മാത്രമല്ല കേട്ടോ ഉള്ളത്, കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്. അതുപോലെ മുതിർന്നവർക്ക് ജിം ഏരിയ ഉണ്ട്, പബ്ലിക് ജിം ഏരിയ. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, എന്തായാലും കണ്ടു നോക്കൂ. ഇവിടെ സെയിം പ്ലേസിൽ തന്നെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ മോളിവിടെ ഫുള്ള് കളിയിലാണ്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ മാത്രമല്ല ഇവിടെ ഉള്ളത്, മുതിർന്നവർക്കുള്ള ജിം പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ജിം ഏരിയ, പബ്ലിക് ജിം പ്ലേസ് ആണ്. ഇത്ര നേരം വരെ ഇവിടെ ആൾക്കാർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം തിരക്കൊന്നും ഒഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇവിടെ ലേഡീസും വർക്കൗട്ട് ചെയ്യാൻ വരാറുണ്ട്. ഇപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു, മോള് കുറേ കളിച്ചു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന ടൈമിൽ ഞങ്ങൾ സൈഡിൽ നല്ല പോലെ തിര വന്ന് അടിക്കുന്നത് കണ്ടപ്പോൾ ഒന്നത് കാണാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ചൂടായതുകൊണ്ട് വേഗം തിരിച്ച് കയറി. അപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ഇവിടെ സ്റ്റോപ്പ് ചെയ്തത് എന്തെങ്കിലും ഡ്രിങ്ക്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് തിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വ്ളോഗ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.